+2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ആൻസർ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡിഫൈൻ ആൻ അറേ ഇൻ C++. C++ലെ ഒരു അറേ എന്തെന്ന് നിർവചിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പയർ സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിൽ താരതമ്യം ചെയ്യുക. അപ്പോൾ എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആൻസർ പഠിച്ചു വയ്ക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദ കമ്പോണൻറ്റ്സ് ഓഫ് എ ലൂപ്പ്. ഒരു ലൂപ്പിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് എനി 4 അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ഇൻ SQL. SQLലെ ഏതെങ്കിലും 4 അഗ്രിഗേറ്റ് ഫംഗ്ഷനുകൾ ലിസ്റ്റ് ചെയ്യുക. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കമ്പയർ കണ്ടെയ്നർ ടാഗ് ആൻഡ് എംപ്റ്റി ടാഗ്. കണ്ടെയ്നർ ടാഗും എംപ്റ്റി ടാഗും തമ്മിൽ താരതമ്യം ചെയ്യുക. കണ്ടെയ്നർ ടാഗ് ഹാവ് ഓപ്പണിംഗ് ടാഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്. എംപ്റ്റി ടാഗ് ഹാസ് ഓൺലി ഓപ്പണിംഗ് ടാഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കമ്പോണൻറ്റ്സ് ഓഫ് SQL. SQLലെ ഘടകങ്ങൾ ലഘുവായി വിശദീകരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ഡാറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിലെ ഡാറ്റ ടൈപ്പുകളെ കുറിച്ച് കുറിപ്പ് എഴുതുക. അപ്പോൾ 7 ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസറൊക്കെ പഠിച്ചു വെച്ചിട്ട് വേണം എക്സാമിന് പോകാൻ.